ഛത്തീസ്ഗഡിൽ നക്സൽ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച മലയാളി ജവാൻ വിഷ്ണുവിന്റെ മൃതദേഹം നാളെ നാട്ടിലെത്തിക്കും. പുലർച്ചെ 1 മണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുന്ന മൃതദേഹം പാലോട് ഫാം ജംഗ്ഷനിലെ വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും. കരുമൺകോട് ശാന്തിതീരം ശ്മശാനത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാകും സംസ്കാരം. ഛത്തീസ്ഗഡിലെ നക്സൽ കലാപബാധിത പ്രദേശമായ സുഗ്മയിൽ ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിക്കുണ്ടായ സ്ഫോടനത്തിലാണ് പാലോട് സ്വദേശി വിഷ്ണു വീരമൃത്യു വരിച്ചത്. CRPF ജവാന്മാർ സഞ്ചരിച്ച ട്രക്ക് കുഴിബോംബ് സ്ഫോടനത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു. നാളെ പുലർച്ചെയോടെ വിഷ്ണുവിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കും. എന്ത് സംഭവിച്ചു എന്നാണ് അറിയുന്നത്? ID ബ്ലാസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ സംസ്കാര ചടങ്ങോ അങ്ങനെ മറ്റെന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ? തീരുമാനിച്ചിട്ടില്ല. ഇന്ന് രാത്രി 1:30 മണിക്ക് എത്തുമെന്നാണ് പറഞ്ഞിരുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ. അപ്പോൾ ബാക്കി പിന്നീട് ആലോചിച്ചിട്ട് തീരുമാനം. വിഷ്ണുവിനൊപ്പം CRPF കോബ്ര യൂണിറ്റിലെ ജവാനായ കാൺപൂർ സ്വദേശി ശൈലേന്ദ്രയും കൊല്ലപ്പെട്ടു. 1.5 മാസം മുമ്പാണ് ലീവിനെത്തിയ വിഷ്ണു ജോലിസ്ഥലത്തേക്ക് മടങ്ങിയത്. 11 വർഷമായി CRPFന്റെ ഭാഗമായി വിഷ്ണു ജോലി നോക്കുകയാണ്. നാളെ പുലർച്ചെ 1 മണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുന്ന മൃതദേഹം പള്ളിപ്പുറം CRPF ക്യാമ്പിലെ ഉദ്യോഗസ്ഥരും സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികളും ചേർന്ന് ഏറ്റുവാങ്ങും. തുടർന്ന് പാലോട് ചെറ്റച്ചലിലെ കുടുംബ വീട്ടിലും താന്നിമൂട്ടിൽ പുതുതായി വിഷ്ണു പണികഴിപ്പിച്ച വീട്ടിലും എത്തിക്കും. പൊതുദർശനത്തിന് ശേഷം കരുമൺകോട് ശാന്തിതീരം ശ്മശാനത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.